ാണ് വായിക്കുന്നത്. കർത്താവിന്റെ വിലപ്രദാസൻ ഇവഞ്ചലിസ്റ്റ് സാൽമോൻ പി തോമസ് അവர்கள் സങ്കീർത്തനം വായനയിൽ നമ്മെ ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. സാംസ് 32 വേഴ്സ് ബൈ വേഴ്സ്, 32-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നീ എനിക്ക് മറുപടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. അടുത്ത വാക്യം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചു ആനന്ദിപ്പേൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പേൻ. ഹല്ലേലൂയ. ഇത് ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്തിനോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഈ രാത്രികാലം ഹല്ലേലൂയ, പെരുവെള്ളം അവൻ കവിഞ്ഞു വരുമ്പോൾ അവൻ അടുക്കളോളം എത്താതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം ഓർത്തൊരു സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. സഭയായി സഭായോഗമായി ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവ് ഇടയാക്കിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലീഡ് ചെയ്യുന്ന ദൈവദാസനായിട്ട് കുടുംബത്തിനായിട്ട് സ്തോത്രം. മറ്റ് ദൈവദാസന്മാർ കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. പാസ്റ്റർമറ്റി കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവൻ പ്രത്യേകിച്ച് ഹോസ്പിറ്റലായിരിക്കുന്ന പ്രിയ വിൽസം ബേബി അമ്പരതര കുടുംബത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ കര നീട്ടണമേ. തുടർന്ന് രാത്രികാലം ഈ വായന ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യങ്ങളോട് കൂടി ഇരിക്കണമേ. അമേൻ. അതിൽ കൂടെ കർത്താവേ ഞങ്ങളുടെ ഹൃദ്യമായിട്ട് ഞങ്ങൾ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം സംസാരിക്കുമ്പോൾ കർത്താവേ അടിയന്റെ നാവിനോടും കൂടി ഇരിക്കണമേ. ഞാൻ കഴിവില്ല, എന്റെ കർത്താവാണ് ഞങ്ങളോട് സംസാരിക്കേണ്ടത്. ആയതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ ഇങ്ങനെ ഞങ്ങൾ ദിവസം എല്ലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ പകർന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് യേശുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കുമാറാണമേ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ 2021 ആരംഭ ദിനങ്ങളിൽ ഇങ്ങനെ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ വാഴ്ത്തുവാനും എനിക്ക് കർത്താവ് ഒരു അവസരം തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ വർഷത്തിന്റെ പല സമയങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയാൻ അടിയനും ഇടയായി. ഈ പുതിയ വർഷത്തിലും കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയത്തിന്റെ ചുരുക്കമുള്ളതുകൊണ്ട് ഞാൻ വളരെ പരിമിതമായ സമയമെടുത്ത് ചെറിയൊരു സങ്കീർത്തന ധ്യാനത്തിലേക്ക് നീങ്ങുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 32-ാം സങ്കീർത്തനം, ദൈവത്തിന് സ്തോത്രം. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. എന്നാൽ അവിടെ ഹെഡിങ് നമുക്ക് ദാവീദിന്റെ ഒരു ധ്യാനം എന്നാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മെഡിറ്റേഷൻ, ഹല്ലേലൂയ, ഒരു സ്വയശോധന, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് താൻ തന്നെ ദൈവസന്നിധിയിൽ തന്നെ ഒന്ന് ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തെ പറ്റി വേദപണ്ഡിതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ബേത്സെയ്ദ, ഊരിയ ആ കുടുംബത്തോട് താൻ പാപം ചെയ്യുകയും തുടർന്ന് നാഥാൻ പ്രവാചകന്റെ ആലോചനയ്ക്ക് മുമ്പിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഹല്ലേലൂയ ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണ് വേദ പഠിതാക്കൾ അതിനെ മനസ്സിലാക്കി തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സങ്കീർത്തനത്തെ മൊത്തമായി ഒന്ന് അനലൈസ് ചെയ്ത് ചുരുക്കമായി സംസാരിച്ചതിന് ശേഷം ഹല്ലേലൂയ തുടർന്ന് ഹല്ലേലൂയ ഒരു പോയിന്റിലേക്ക്, ഒരു വേഴ്സിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ 6 ഭാഗങ്ങൾ എനിക്ക് ചിന്തിപ്പാൻ എനിക്കിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒന്നാമത് ഒരു ധ്യാനമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഹല്ലേലൂയ.
സ്വയമായിട്ട് ദാവീദ് ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അയ്യോ, ലംഘനം ക്ഷമിച്ചും പാപം ഒന്ന് മറച്ചും കിട്ടിയ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എത്ര ഭാഗ്യമുള്ള അനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവ അകൃത്യം കണക്കിടാതെ, അകൃത്യം ഉണ്ടായിട്ടുണ്ട്, അകൃത്യത്തിന്റെ തലങ്ങൾ വെളിപ്പെട്ട് വരുന്നുണ്ട്, എന്നാൽ അത് യഹോവ കണക്കിടാതെയും, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മതലങ്ങളിൽ കാപട്യമില്ലാത്തൊരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവത്തിന് സ്തോത്രം ഒന്നാമത്തെ ആമേൻ ഹല്ലേലൂയ ചിന്താഗതി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു സ്വയശോധന അല്ലെങ്കിൽ ഒരു ആത്മഗതം പറയുകയാണ്, അയ്യോ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്റെ ലംഘനങ്ങളെ ക്ഷമിച്ചും എന്റെ പാപം മറച്ചും, ആമേൻ ഹല്ലേലൂയ, എന്റെ അകൃത്യം കണക്കിടാതെയും ഇരുന്നിരുന്നെങ്കിൽ എന്നുള്ള വലിയ ധ്യാനമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒരു വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ, ആത്മാവിൽ കപടമില്ലാത്ത അനുഭവം. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ ഇടപാട് കൊണ്ടോ ഒരു പക്ഷേ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വരാം. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ആത്മതലങ്ങളിൽ വ്യക്തമായി വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവികത നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അവിടെ ഒരു കാപട്യമില്ലാത്തൊരു അനുഭവം, നമ്മുടെ ദൈവത്തെ നിർമ്മലമായി സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയുന്ന ഒരു തലം എന്റെ കർത്താവ് ശോധന ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ തലത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, അതിന്റെ മൂന്നാമത്തെ വാക്യം വായിക്കാം. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. അടുത്ത വാക്യം കൂടെ. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയത്തിൽ അങ്ങ് മിണ്ടാതിരുന്നു. പാപത്തിന്റെ അനുഭവം, അകൃത്യത്തിന്റെ അനുഭവം, ലംഘനത്തിന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാര്യത്തിൽ ഞാൻ മൗനം പാലിക്കുകയാണ്, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ മിണ്ടാതിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഒന്ന് വ്യക്തമായി ഒന്ന് ശോധന ചെയ്തേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഓൾ ഡേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിത്യമായ ഞരക്കം പറയുമ്പോൾ എല്ലാ ദിവസവും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വല്ലാത്തൊരു ഞരക്കത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ എനർജി മുഴുവൻ നഷ്ടപ്പെട്ടു. എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയാതോണം, എന്റെ ആത്മീയ നിലവാരങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ കഴിയാതോണം ഞാൻ ഒതുക്കപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിനോട് ഞാൻ പറയട്ടെ, ദൈവസ്ഥനിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവം. ആമേൻ ഹല്ലേലൂയ. അത് മറച്ചു വെക്കുകയോ അത് മാറ്റി വെക്കുകയോ ചെയ്യുന്ന അനുഭവമല്ല. മനുഷ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കടന്നു വരാം, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരാം. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ ഇടപാട് കൊണ്ടോ അത് കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അത് നിലനിൽക്കെ ഞാൻ മിണ്ടാതിരിക്കുന്ന അനുഭവമല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മിണ്ടാതിരുന്നപ്പോൾ ഞാൻ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും ദൈവത്തിന്റെ കരം ഭാരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, അതിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് പ്രതിവിധിയായിട്ട് മൂന്നാം തലത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. 5-ാം വാക്യം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ജീവിതത്തിന്റെ ഘട്ടങ്ങൾ മുഴുവൻ അങ്ങ് മാറുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മറച്ചു വെച്ചൊരു കാലഘട്ടം, മാറ്റിവെച്ചൊരു കാലഘട്ടം, പറയാൻ കഴിയാതോണം മാറ്റിവെച്ചു. ദൈവസേനയിൽ പോയിരിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ ഹല്ലേലൂയ. ആത്മീയമായ ഉണർവില്ല, ഏകാഗ്രതയില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ദൈവസേനയിൽ യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഒരു വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ മജ്ജ വറ്റിപ്പോകുന്ന അനുഭവം പോലെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് രാത്രികാലം വ്യക്തമായി സംസാരിക്കാനുണ്ട്. അവൻ 2020 അപ്പുറത്ത് 2021 കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ രാജ്യത്തോട് നമ്മൾ കൂടുതൽ അടുത്തിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്റെ ജീവിതത്തിൽ ചില പരാജയങ്ങളുണ്ട്, എന്റെ ജീവിതത്തിൽ ചില കുറവുകളുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവിടെ പറയാണ്, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ. ദൈവത്തോടുള്ള നമ്മുടെ ഏകാഗ്രത, ദൈവത്തോടുള്ള നമ്മുടെ മനസാക്ഷി, ദൈവത്തോടുള്ള നമ്മുടെ ഏകാഗ്രമായ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന അന്യായ കെട്ടുകൾ ഈ രാത്രികാലം അഴിഞ്ഞു പോട്ടെ. ഹല്ലേലൂയ. അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ. നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഇടപാട് കൊണ്ട്, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളോ ദൈവത്തിന് ഹിതമില്ലാത്ത ഇടപാടുകളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോടൊന്ന് അറിയിക്കുവാനും നമ്മുടെ പാപത്തിന്റെ കെട്ടുകള്, നമ്മുടെ ലംഘനത്തിന്റെ കെട്ടുകള് അത് ക്ഷമിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴുവാനും ഈ രാത്രികാലം കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ. 4-ാം തലത്തിൽ വരുമ്പോൾ ഒരു വലിയ ടെസ്റ്റിമണിയാണ് പറയാനുള്ളത്. 6-ാം വാക്യം വായിച്ചാട്ടെ. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ഇന്നത്തെ എന്റെ കീ വേഴ്സ് ഇതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ഹല്ലേലൂയ. 2020 അവൻ നമ്മൾ ചിന്തിച്ചതുപോലെയാണോ കാര്യങ്ങൾ നടന്നത്? വലിയ ഹല്ലേലൂയ പെരുവെള്ളം കടന്നു വന്നു. അവൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മുക്കിക്കളയും, നശിപ്പിച്ചു കളയും, മുന്നോട്ട് ഒഴുകത്തില്ല, ഒഴുക്കിക്കളയും എന്നൊക്കെ പറഞ്ഞ മണ്ഡലത്തിൽ നിന്ന് നമ്മെ നിലനിർത്തിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ രാത്രികാലം പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, നമ്മൾ ദൈവത്തിന് റീകൺസൈൽ ചെയ്ത് കഴിഞ്ഞാൽ, ദൈവത്തോട് നമ്മൾ അടുപ്പമുള്ളവരായിരുന്നു കഴിഞ്ഞാൽ, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ തലങ്ങള് വെളിപ്പെട്ട് വരേണ്ട ദിനങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥന, ദൈവത്തോടുള്ള ഏകാഗ്രമായ ഭക്തി നിലനിർത്തേണ്ട കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ, വെള്ളമെന്നല്ല പെരുവെള്ളം, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. മഹാമാരിയുടെ കാലഘട്ടങ്ങള്, മഹാവ്യാധിയുടെ കാലഘട്ടങ്ങളിൽ ദൈവം തന്റെ മക്കളെ സൂക്ഷിക്കും. 2021 ദിനങ്ങളിൽ തന്റെ മക്കളെ കർത്താവ് സൂക്ഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. രക്തത്താൽ ജയമെടുക്കുന്നു ഭവനങ്ങള് യേശുവിന്റെ രക്തത്താൽ ഒന്ന് മുദ്രയിട്ട് സ്തോത്രം ചെയ്താട്ട് പറഞ്ഞാട്ട് ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ദൈവസന്നിധിയിൽ റീകൺസൈൽ ചെയ്തുകൊണ്ട്, ദൈവത്തോട് ഏകാഗ്രപ്പെട്ടുകൊണ്ട് ഭക്തൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ അനലിറ്റിക്കായിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അതിന്റെ 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട്. 6-ാം വാക്യം. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ആമേൻ. പ്രാർത്ഥനയും അതിലൂടെയുള്ള വിടുതലും. പ്രൈസ് ലോർഡ്. 1-ാമത്തെ അനുഭവമാണ് പ്രാർത്ഥിക്കുക, അതിലുള്ള വിടുതൽ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഞാനൊന്ന് ചെയ്യുകയാണ്. ഹല്ലേലൂയ. സമയങ്ങൾ കൂടുതലെടുത്ത്, സാഹചര്യങ്ങൾ കൂടുതലെടുത്ത് പ്രാർത്ഥനയ്ക്ക് സമയങ്ങളെ ചിലവഴിപ്പാൻ ഞാൻ പ്രത്യേകമായിട്ട് ഉത്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടുതൽ എടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രേയർ ആൻഡ് ഡെലിവറൻസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം. നമുക്ക് ധൈര്യമുള്ളവരാണ്. ഭയത്തിന്റെ കെട്ടുകൾ നമ്മളെ ഭരിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി എന്റെ 7-ാം വാക്യം, സമയമില്ല, പെട്ടെന്ന് പോവാം. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളു. അമ്മ, നിങ്ങൾക്കറിയാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അമ്മ, പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. ഹല്ലേലൂയ. 2-ാമത്തെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1-ാമത് പ്രേയർ ആൻഡ് ഡെലിവറൻസ്, 2-ാമത് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അടുക്കലോളം എത്താതെ വേണം ആമേൻ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ നമുക്ക് മറുപടമാകുന്ന ദൈവം. ഹല്ലേലൂയ. 8-ാം വാക്യം വായിക്കാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച നിനക്ക് ആലോചന പറഞ്ഞു തരും. എങ്ങനെ മുന്നോട്ട് പോകണം? ഹല്ലേലൂയ. ഈ സമയത്ത് ഞാൻ എന്ത് തീരുമാനമെടുക്കണം? ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു. ആമേൻ. അവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ആമേൻ, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. 2021 ദിനങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലെ ഇരുന്നുകൊണ്ട് നമുക്ക് ആലോചന പറഞ്ഞു തന്നുകൊണ്ട്, മകനെ, ഇതാവുന്ന വഴി, ഇതിലെ കടന്നു പോയിക്കോളൂ, ഇതാവുന്ന വഴി എന്ന് പറയത്തക്ക വിധം ദൈവത്തിന്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന് തന്റെ ടെസ്റ്റിമണിയും അതിലൂടെയുള്ള 3 റിസൾട്ടും. 1 പ്രേയർ ആൻഡ് ഡെലിവറൻസ്, 2 പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി, 3 ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആലോചന. ഹല്ലേലൂയ. ദൈവിക ആലോചന നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ
9-ാം വാക്യത്തില് ഒരു വാണിംഗ് തരികയാണ്. 9-ാം വാക്യം വായിച്ചിട്ട്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ ഈ തലങ്ങളിൽ നമ്മൾ വെളിപ്പെട്ട് വരുമ്പോൾ ദൈവത്തിനെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് റീകൺസൈൽ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ പ്രാപിച്ച്, ദൈവത്തിന്റെ ഗൈഡൻസ് പ്രാപിച്ച്, ഡെലിവറൻസ് പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ സ്വാധീനം ചെയ്യാനിടയാവരുത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആവരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വളരെ സമയം എടുക്കേണ്ടതാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും നിങ്ങൾക്കറിയാം, കുതിരയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ആ ശക്തിയുള്ള കുതിര ബുദ്ധിയില്ലാത്ത അനുഭവം കൂടെ ആണെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യും? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാധീനമോ, നമുക്ക് കിട്ടിയിരിക്കുന്ന പണമോ, നമുക്ക് കിട്ടിയിരിക്കുന്ന പദവികളോ ഒന്നും തന്നെ ദൈവത്തിന് സ്തോത്രം ബുദ്ധിയില്ലാത്ത അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ ഇടയാവരുത്. അങ്ങനെയെങ്കിൽ മുമ്പ് കിട്ടിയ ഡെലിവറൻസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയമായിട്ട് കടന്നു വരും. ഞാൻ ആ ഭാഗത്തേക്ക് രാത്രികാലം കടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോവർ കഴുതയെ പറ്റിയും നമുക്ക് ചിന്തിക്കാൻ നമുക്ക് ധാരാളം ഉണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകല്ലേ ചില ചമയങ്ങളും ചില മുഖപ്പൊട്ടയും കൊണ്ട് അതിനെ അടക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കാരണം സ്വയമായിട്ട് അതിന്റെ തലങ്ങള് ദൈവത്തിന് സ്തോത്രം തനിക്കിട്ടിരിക്കുന്ന സൗകര്യങ്ങളും സാവകാശങ്ങളും എല്ലാം ദൈവനാമ മഹത്വത്തിന് പകരം ദൈവിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന, സ്വയം മുന്നോട്ട് പോകുന്ന അനുഭവങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുണ്ട്, അങ്ങനെ ആകരുത്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് കാണാൻ കഴിയുന്നതാണ് ദൈവത്തിന് സ്തോത്രം ഒരു ഗ്രേറ്റ് മെസ്സേജ്. വേഴ്സ് നമ്പർ 11, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ, ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. ആമേൻ. ഹല്ലേലൂയ. ലംഘനം മറിച്ച് പാപം ക്ഷമിച്ച് ആത്മാവിൽ അകൃത്യം കണക്കിടാതെ മുന്നോട്ട് പോകുമ്പോൾ ദൈവസ്ഥനെ നെടുമ്പാട് വീഴുന്ന ദൈവത്തിന് സ്തോത്രം, ദൈവഭക്തന് ദൈവികമായുള്ള അനുഗ്രഹങ്ങളെ പകർന്നുകൊണ്ട് ദൈവം മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, ആമേൻ, നിങ്ങൾ സന്തോഷിക്കുക. 2021 ആമേൻ മറ്റുള്ളവരൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നാലും ഭയത്തിന്റെ കെട്ടുകൾ മാറിയുന്നുകൊണ്ട്, ഭീതിയുടെ കെട്ടുകൾ മാറിയുന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കാമെന്ന് പറയുന്ന വലിയവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ ആലോചന നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ, ദൈവിക ഗൈഡൻസിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ സ്വയം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താതിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമ്മളെ സഹായിക്കും. മോനെ വഴി യു ഗോ അലോങ് ദിസ് വേ. ഹല്ലേലൂയ. ഈ വഴി കൂടെ കടന്നു പോയിക്കാട്ടെ, ഇവിടെ നിനക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള നല്ല വഴികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ നയിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കീ വേഴ്സിലേക്ക് കടന്നു വരാം. 6-ാം വാക്യം വീണ്ടും വായിക്കും. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തിന് സ്തോത്രം നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ അനുഭവം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാനത് ഇനി സമയം എൻ്റെ മുമ്പിൽ ധാരാളമില്ല, എങ്കിലും ഒരു ഇൻസ്റ്റന്റൂടെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളാരും പ്രതീക്ഷിക്കാത്ത മഹാമാരിയാണ് 2020 നമ്മൾ അനുഭവിക്കേണ്ടി വന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇപ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് പിന്നെയും സംസാരിക്കാനായിട്ടുണ്ട്. ഭയം നമ്മളെ മൂടരുത്. നമുക്ക് ധൈര്യമുള്ളവരാണ്, നമുക്ക് പ്രത്യാശയുള്ളവരാണ്, മുന്നോട്ട് നയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. വളരെ പരിചിതമായ വാക്യം. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. വളരെ പരിചിതമായ ഒരു വാക്യഭാഗം. എന്നാൽ എനിക്കിവിടെ ചിന്തിക്കാനുള്ള ഭാവം വളരെ വ്യത്യസ്തമായ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ സമയം എൻ്റെ മുമ്പിലില്ല. ഏലിയാവിനെ പറ്റി നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എൻ്റെ ദൈവത്തിന് വേണ്ടി വലിയ വൻ കാര്യങ്ങൾ ചെയ്ത ആമേൻ ഹല്ലേലൂയ വലിയൊരു പ്രവാചകൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. താൻ ചെയ്തതെല്ലാം മുമ്പിൽ നിൽക്കെ തന്നെ ആമേൻ ഹല്ലേലൂയ തനിക്കൊരു ഗൈഡൻസ് ഇല്ലാതെ, ആമേൻ ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ മുമ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ താൻ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ഇത്തിരി കൂടി നമുക്ക് മനസ്സിലാവും. 3-ാം വാക്യം വായിച്ചാൽ, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു.
ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഒരു വാക്കിന്റെ മുമ്പിൽ ഇസബേലിയ ശക്തി, ഇസബേലിയ വാക്കിന്റെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ താനൊരു ഭയപ്പാടിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് തനിക്ക് ജീവരക്ഷയ്ക്കായിട്ടുള്ള തന്റെ യാത്ര അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഭയപ്പെട്ടു അവന്റെ ഒരു യാത്ര പുറപ്പെടുകയാണ്. എന്നാൽ അല്ലെങ്കിൽ തന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ബാല്യക്കാരനെ ഒരു സെക്യൂർഡ് പ്ലേസിലേക്ക് നയിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൂടെ യാത്ര ചെയ്ത ആമേൻ ഹല്ലേലൂയ ബാല്യക്കാരനെ സെക്യൂർ ആക്കിക്കൊണ്ട് താൻ യാത്ര മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ തന്റെ യാത്രയ്ക്കകത്ത് താൻ പ്ലാൻ ചെയ്യുന്ന, തന്റെ ചിന്താഗതി അനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലാനിങ്ങിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് ഹല്ലേലൂയ മരിപ്പാൻ ഇച്ഛിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് താനിപ്പോൾ ആയിരിക്കുന്നത് മരുഭൂമിയാണ്, ഡെസേർട്ട് ആയിട്ടുള്ള സ്ഥലമാണ്, ഒറ്റപ്പെടലിന്റെ സ്ഥലമാണ്. ആമേൻ. തനിക്ക് സഹായികൾ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൊവിഷൻ ഒന്നുമില്ല. സ്വയം ഹല്ലേലൂയ താൻ ഒരുക്കി വെക്കുന്ന തന്റേതായ അനുഭവം. ഇന്ന് രാത്രികാലം ഏതോ ഒരു വ്യക്തിയോടോ, ഒരുപക്ഷെ ഒരു വ്യക്തിയോടോ, ഒരു കുടുംബത്തോടോ ആയിരിക്കാം ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വഴി മുന്നോട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഞങ്ങളെ മൂടിയിരിക്കുകയാണ്. എനിക്ക് ഈ 2021 മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആമേൻ ഹല്ലേലൂയ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കാനുണ്ട്. ആമേൻ ഹല്ലേലൂയ. എന്താണെന്ന് അറിയാവോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്ന ചിന്താഗതികൾക്കപ്പുറത്ത് നിന്നോട് സംസാരിക്കാൻ ഒരു മൃദുസ്വരമുണ്ട്. ആ രാത്രികാലം കേൾക്കാതെ പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ കിടന്നുകൊണ്ട് ഏലിയ ഉറങ്ങുകയാണ്. ഞാൻ ഒരിക്കലും ഏലിയാവിനെ ആമേൻ ഹല്ലേലൂയ കുറഞ്ഞു കാണുന്നില്ല. ആമേൻ ഏലിയാവ് ചിന്തിച്ചു കാണും, സാഹചര്യം ഇങ്ങനെ ആയിരിക്കുന്നു, ഇതുകൊണ്ട് എല്ലാ കാര്യവും അവസാനിച്ചു എന്ന് അങ്ങനെ ചിന്തിക്കാനല്ല ദൈവത്തിന്റെ ആത്മാവിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. താഴോട്ട് നമ്മൾക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഏലിയാവ് കിടന്നുറങ്ങി. അത് സാധാരണഗതിയിൽ ഈ സമയത്ത് കിടന്നുറങ്ങുവാൻ കഴിയത്തില്ല. ഡെസേർട്ട് ആണ്, മരുഭൂമിയാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് ഒറ്റപ്പെടലുണ്ട്, അടുത്ത കാറ്റുണ്ട്, പ്രതിസന്ധിയുണ്ട്, ചൂരച്ചെടിയുടെ തണലാണ്. ആമേൻ ഹല്ലേലൂയ. അവിടെ ഉറക്കം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും ഏലിയ ഒരു ഭക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉരുവാക്കം മറന്നു പോകരുത്. ഇത് നിമിത്തം ഏത് ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് യഹോവയോട് അപേക്ഷിക്കും. ഹല്ലേലൂയ. അതിന്റെ 7-ാം വാക്യം വായിക്കാം. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്നവനെ തട്ടി. ഹല്ലേലൂയ. ദൈവത്തിന് 6-ാം വാക്യം. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. താൻ ഇങ്ങനെ ഹല്ലേലൂയ താൻ ദൈവത്തോട് തന്റെ അവസ്ഥകളെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇതാ ഞാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്. ദൂതനെ അയച്ച് ഏലിയാവിനോട് സംസാരിക്കുകയാണ്. 6-ാം വാക്യത്തിൽ, 5-ാം വാക്യത്തില് അങ്ങനെ ഹല്ലേലൂയ അവൻ കിടന്നുറങ്ങുമ്പോൾ ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളില് ചില വിഷയങ്ങളുടെ മുമ്പത്ത് ആമേൻ പ്രൊവിഷൻ ഇല്ലാതെ, സാഹചര്യമില്ലാതെ ആയിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കാനുണ്ട്. എഴുന്നേറ്റ് തിന്നുക എന്ന് പറയുന്നത് തക്ക വിധം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുക എന്ന് മാത്രമല്ല 2021 ഒരു സാധ്യതയില്ലാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ഒരു ദൈവത്തെ ഈ രാത്രികാലം ഒന്ന് കാണണം. ഹല്ലേലൂയ. കണ്ടിട്ട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 7-ാം വാക്യോട് വായിച്ച് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്നവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. പ്രൊവിഷൻ തരിക മാത്രമല്ല, നിനക്കൊരു ലോങ് വേ ടു ഗോ. ഹല്ലേലൂയ. യു ഹാവ് എ ലോങ് വേ ടു ഗോ എന്ന് പറഞ്ഞാട്ട്, ഭവനങ്ങളിൽ എന്ന് പറഞ്ഞാട്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ ഒതുക്കപ്പെടുവാനായിട്ടല്ല. ആമേൻ ഹല്ലേലൂയ ഞാൻ എന്റെ ജീവിതത്തിന്റെ അവസ്ഥകള് ആമേൻ സാധ്യതകള് അവസാനിച്ച് അവിടെ ആയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഭയത്തിന്റെ കെട്ടെന്നെ മൂടാനിടയാവരുത്. ഞാൻ ദൈവസ്ഥരിൽ എന്നെ തന്നെ സമർപ്പിച്ച ഒരു ഭക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് പറഞ്ഞാട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭയം നമ്മളെ മൂടുമ്പോൾ ഇവിടെ കൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ അല്ല, അതിനപ്പുറത്തൊന്ന് പറഞ്ഞാട്ടോ അമ്മേ ഐ ഹാവ് എ ലോങ് വേ ടു ഗോ. എനിക്ക് പ്രൊവിഷൻ തന്ന് എന്നെ സഹായിച്ച് എന്നെ തട്ടി ഉണർത്തിക്കൊണ്ട് എന്നെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. എല്ലാ കരങ്ങളും ഒരു നിമിഷം ഒന്ന് ഉയർന്നിരിക്കട്ടെ. അമ്മേ സമയത്തിന്റെ ചുരുക്കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഒന്ന് ഉയർന്നിരിക്കട്ടെ. നമുക്ക് 2021 ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ഒരു മൃദുസ്വരം നമ്മളൊന്ന് കേൾക്കാം. ഹല്ലേലൂയ. മൃദുസ്വരത്താൽ
വിടുവിച്ചു നീ, ജയഗീതം തന്നു നീ. ശത്രുവിൽ നിന്നും വിടുവിച്ചു നീ, എൻ ഭയം നീങ്ങിപ്പോയി. ഇനിമേൽ ഭയം ഇല്ല, ഞാൻ ദൈവ കൈയുയർത്തി പറയാം ആമേൻ. ഇനിമേൽ ഭയം ഇല്ല, ഞാൻ ദൈവ പൈതല. ഇനിമേൽ ഭയം ഇല്ല, ഞാൻ ദൈവ. 2021 ദിനങ്ങളിലെ ഭയം നമ്മളെ മൂടാനിടയാവരുത്. നമ്മൾ ദിവസത്തിൽ നമ്മളെ തന്നെ റിക്കൺസിൽ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് ഗൈഡൻസ് തരുന്ന, വഴി ഇതാവെന്ന് പറഞ്ഞു തരുന്ന വലിയവനായൊരു ദൈവമുണ്ട്. എല്ലാ കരങ്ങളും ഉയർന്നിരുന്നാട്ട് ഭയത്തിന്റെ കെട്ടുകൾക്കപ്പുറത്ത് നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മളെ നയിക്കുവാൻ കഴിയുന്ന ആ വലിയ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുപാട് വീഴാം. കർത്താവേ ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മിണ്ടാതിരിക്കുന്ന അനുഭവമല്ല. ദൈവസന്നിധി തങ്ങളെ തന്നെ സമർപ്പണത്തോടെ ഏകാഗ്രതയോടെ ആയിരിക്കുമ്പോൾ പുതിയ വർഷം, പുതിയ അനുഗ്രഹം, പുതിയ നന്മ നമ്മുടെ ജീവിതത്തിൽ തന്ന് നമ്മളെ ജയത്തോടെ മുന്നോട്ട് നടത്തുവാൻ എന്റെ കർത്താവ് ശക്തനാ. വിശ്വസിച്ചോട് സ്തോത്രം ചെയ്താട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആലോചന കർത്താവിന്റെ ദാസനിലൂടെ ദൈവം നമുക്ക് നൽകിയതോർത്ത് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Now we will have the English song. Our dear brother Joshua Gigi Varghese will sing the song When We All Get Heaven. Praise the Lord. Let's sing this song. It's a song about hope. I will share my screen. When we all get to heaven.
Joshua, for your wonderful hymn. May God bless you. Now we will have the English message. Our dear brother, Lal brother, will deliver the English message. Praise Lord. Pastor, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Praise Lord. I am praising God for this blessed evening to be with our beloved brothers and sisters in the Zoom platform. Let me read the third epistle of John, verse 2. Beloved, I pray that in every way you may prosper and enjoy good health, as your soul also prosper. In Malayalam, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് മലയാളത്തിൽ വായിക്കുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I'm not going to explain about this letter or anything about that. I'm taking the second verse only. Beloved, I pray that in every way you may prosper and enjoy good health, as your soul also prosper. Apostle John used this common phrase in his sending of blessed blessing to Gaius. He is very much that his spiritual condition is okay, he is prosperous. He is wishing for the better good health also. His wish is for the Gaius' outward prosperity to correspond to his condition of his soul. We have to maintain a good health to our physical and spiritual entity. Both simultaneously we have to keep. We all like success in our life, right? We all like a success. The word prosper means the condition of being successful. Prosperity is more than money and the accumulation of wealth. Normally, we are thinking that prosperity means if you are getting some fund, or if you are getting financially, if you are getting some fund, we are thinking that we are prosper. Prosperity is not only money, there are many other things belong to that. But rather than ongoing state of success that touches every area of our lives, we have to give more importance to our spiritual prosperity also. Normally, we are giving more importance to the physical prosperity. The same way, we have to give importance to the spiritual prosperity also. Galatians 5, verse 22 to 23 states that, but the fruit of the Spirit is love, joy, spirit, patience, kindness, goodness, faithfulness, gentleness, and self-control. Against such a thing, there is no law. If we deliver the above fruit of Spirit in our day-to-day life, daily life, then we can think that we are prosper in the spiritual level. So we have to assure that spiritually we have to grow. If we go spiritually, that means we can deliver the fruit of that spirituality, the fruit of the Spirit. Then let me think about that the health matter, the self-image. We are all concerned about our self-image. That means our physical condition also. If a person has a strong, healthy self-image, they will most likely achieve more in life because they have a courageous attitude. If you are in a very strong health condition, is very strong, our decision also will be very strong. We can take a strong decision accordingly. A healthy mind produces healthy emotions, and healthy emotions lead to
healthy choice in life. Likewise, if we assured about our strong spiritual image, we will take a spiritual decision. Otherwise, people want their outward circumstances to change, but they are unwilling to change their inward condition. Suppose if someone is telling me to, okay, we can go to a long place, means we can travel or we can have a driver, then I will firstly think about my physical condition. If I have a strong physical condition, then I will agree that, okay, I'm ready to have a drive, I can go. But if I think that my physical condition is that much in a good condition, I'm not better position, then I will say that I don't want to travel because my health condition is not permit me to travel. The same way, the spiritual condition also. If spiritually, if I am weak, I can take a strong decision, spiritual decision I can take. So we have to maintain simultaneously the physically, how we are maintaining our physical health, the same way we have to maintain the spiritual health also. To maintain our good health, we have to eat good food, drink water, do exercise, do not skip meals, avoid toxic food, etc. All these things we are caring. We are caring our physical health. But what about our spiritual health? In our day-to-day life also, to get and be in a good health, we are caring and what type of food we have to take, where to go, where to sit, how to live, what type of water to drink. We are very cautious in all these matters. The same way, the spiritual level also, we have to be very careful. Both are the physical health and spiritual health, both are important to us. God gave his word to us to be our, God gave his word to us to be our spiritual food. So even more than studying the Bible, we actually need to eat it. I think we can understand what we mean by eat. It is easiest to study the Bible. If you are studying some Bible reference on everything, we will get a lot of knowledge. If you are getting knowledge and everything, it's better. Actually, it is good for getting the knowledge and everything. We may get the certificate. And if we can go somewhere, we can give messages and everything with the abundance knowledge and everything. But to eat the word of God, that means we have to understand it very carefully. And in our day-to-day life, we have to exercise what we learn from the word of God. We have to exercise in our. That means we have to eat. Then only we can maintain our spiritual health level. In Timothy 4 verse 6 states that being nourished with the words of the faith. If you get the nourishment, from where we are getting the nourishment? When we are eating the food, from the food, we are getting the nourishment. The same way, from the word of God, when we are learning the word of God and when we are exercising the word of God in our day-to-day life, we are getting the nourishment from the word of God. So the word of God is the food for us. In Matthew 4 verse 4, Jesus said, man shall not live on bread alone, but on every word that proceeds out of the mouth of God. Here Jesus clearly told us that just as we live on physical bread, we are to live in God's words, our spiritual bread. So like what importance we are giving to the food, the same way we have to give importance to the spiritual food also. We are very cautious that what type of food we have to eat. And suppose when we are taking the food, if we are getting the Coca-Cola for a full bottle, we will not allow our children to drink the Coca-Cola full because we tell it will spoil their health and everything. We will not allow them. The same way, why they are not taking it? Because we know very well that it will spoil their health. The same way, we have to be cautious of the word also. We have to nourish the nourishment we have to give to our spiritual life also. Then, so what importance we are giving to maintain our health,
the same way we have to give importance to the spiritual health also. We can think about the environment here. The environment is everything. A healthy soul is the byproduct of a healthy environment. Not everything grows in every environment. For instance, palm tree do not grow in the northwest because the environment is not good to the growth. Your mind, your will, and your emotions also cannot be healthy in a toxic environment. The definition of toxic is something poisonous or something very harmful or bad. It is essential that we protect our soul by not exposing them to the toxic people and toxic environment. We are well aware about that toxic matter and everything. Around us, some foods we are not eating because we know that it's a toxic. That means it will spoil our health. At the same way, some toxic environment is there. Young generation, when we are mingled with the society, when we are mingled with the friends, when we are mingled with the society, be very careful. Some friendship and some society toxic. It will affect your spiritual life and everything. We have to understand it. We should understand it very carefully. What is toxic environment? Because if we are living in that toxic environment, the goodness, some good behavior and the goodness will not come from you. It is essential that we protect our soul by not exposing them to toxic people and toxic environments. Toxic environments leads to the toxic thinking and it creates toxic emotions, which leads to toxic choice. We can choose, we have to healthy soul. Decide today to give our time and attention to things that produce health rather than the death. The word prosper means to have a good journey or to succeed in reaching. To reach our destination, we have to keep ourselves healthy. If we are not in a good health, it is really difficult to travel. So we have a destination. Day-to-day life, we have target. We have to reach some places. So we are putting the destination and we have to reach it. The same way, we have spiritual destination also. If you want to reach that spiritual destination, your spiritual health is also very important. To reach our destination, we have to keep ourselves healthy. We need spiritual health in the following ways. Read the word of God. Pray. Fellowship with God and believers. Share the word of God with the others. That's a mission. Hygiene, the spirituality in our day-to-day life, pure life. So 5 things. God wants to see the believers living their lives before the world in a manner that glorifies God through the Jesus Christ. Each believer must demonstrate the attitudes of Christ. I'm reading the first version again. Beloved, I pray that in every way you may prosper and enjoy good health as your soul also prosper. നമുക്ക് എല്ലാവർക്കും പരസ്പരം നമുക്ക് ഒരു പ്രാർത്ഥനയായിട്ട് തന്നെ ഏറ്റെടുക്കാം. പ്രിയരെ, നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നാം സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, my brother, for your encouraging message. May God bless you.